പണക്കാരനായിട്ടുള്ള അച്ഛൻ്റെ കാശ് മുഴുവൻ ദൂർത്തടിച്ച് കളഞ്ഞ് നടന്നോണ്ട് വരുന്ന കോടീശ്വരപുത്രൻ പെട്ടെന്ന് ഒരു ദിവസം കണ്ണ് തുറക്കുമ്പോഴത്തേക്കിനും 18-ാം നൂറ്റാണ്ടിലേക്ക് ട്രെയിൻ ട്രാവൽ ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാനും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സത്യം അറിയാനും വേണ്ടി നടക്കുന്ന ഒരു കഥ. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2024 ഇറങ്ങിയ ദ കിങ് ഓഫ് മൈ കാസ്റ്റിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഫ്രാൻസിൽ ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ലൂയി എന്ന് പറഞ്ഞൊരു പയ്യൻ ഇറങ്ങി വരുന്നുണ്ട്, പേടിച്ച് നിൽക്കുന്നതാണ്. അവനാണെങ്കിൽ ഇവരുടെ ഹോട്ടൽ കമ്പനിയുടെ പ്രസിഡന്റിൻ്റെ മകനായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കര സെൽഫിഷും റൂഡുമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരത്തില്ലെന്നൊരു വിശ്വാസത്തോടെ നടക്കുന്നവനായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് കുറേ കൂട്ടുകാരെ കൊണ്ടുവന്ന് പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കും. പാർട്ടി ആഘോഷത്തിലെ ശബ്ദങ്ങളും അതുപോലെ തന്നെ അവൻ കൊണ്ടുവന്ന മൃഗങ്ങളും കാരണം അവിടെ താമസിച്ചുകൊണ്ടിരുന്ന മറ്റ് ഗസ്റ്റിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു. അന്നേരമാണ് അവർ കൊണ്ടുവന്ന ബ്ലാക്ക് പാന്തറിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് മറ്റൊരു കങ്കാരുവിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ അതിനെ കാണുമ്പോഴത്തേനും കങ്കാരു ഇറങ്ങി ഓടും. ഉടനെ ഇവരാണെങ്കിൽ ബ്ലാക്ക് പാന്തറിനെ അയച്ചു വിട്ടിട്ട് അവർ രണ്ടും കൂടെ ചെന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയ ശേഷം ആ ഗസ്റ്റുകളുടെ എല്ലാം ഉപയോഗിച്ച് ബ്ലാക്ക് പാന്തർ ആണെങ്കിൽ കങ്കാരുവിനെ കഴിക്കും. പിറ്റേ ദിവസം ഇത് വലിയൊരു ന്യൂസായിട്ട് ആനിമൽ പ്രൊട്ടക്ഷൻ്റെ ആളുകളെല്ലാം കൂടെ അത് ഭയങ്കരമായിട്ട് സമരം ചെയ്യും. അവരാണെങ്കിൽ കമ്പനിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഇവൻ്റെ അച്ഛനുമായിട്ടുള്ള ജീൻ ഫ്രാൻസിസിൻ്റെ നേരെ തക്കാളിയൊക്കെ എടുത്ത് തന്നെ അവരുടെ പ്രതിഷേധം അറിയിക്കും. അന്ന് അവൻ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഉടനെ തന്നെ അവൻ്റെ മകനെ എന്തെങ്കിലും ചെയ്യുക, കാരണം ഹോട്ടലിലെ റെപ്യൂട്ടേഷൻ കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡൻറ്റ് കൊണ്ട് പോയെന്നും അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് പോലും കങ്കാരു ഇൻസിഡൻറ്റ് കാരണം ഇങ്ങോട്ട് വരുന്നില്ലെന്നും. അങ്ങനെ ജീനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ലൂയിസിനെ കാണാൻ വേണ്ടി പോകും. അവനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കിടന്ന് ഉറക്കം തന്നെ ഉച്ചയായിട്ടും ഇവൻ ചെന്ന മകനോട് ചൂടായിട്ട് ഭീഷണിപ്പെടുത്തും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെ ഉടനെ തന്നെ ഇതിൻ്റെ എല്ലാ പൊസിഷനിൽ നിന്ന് പുറത്താകുന്നത്. പക്ഷെ അവനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അവൻ പറയും പൈസ ഉണ്ടെങ്കിൽ ലൈഫ് ഫുൾ എൻജോയ് ചെയ്യുമല്ലേ ചെയ്യേണ്ടതെന്ന്. തിരിച്ചു പോകുന്ന വൈകാണെങ്കിൽ ജീനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ മകൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുവന്ന് വെളിയിലുള്ള വേസ്റ്റ് ബക്കറ്റിലിടും. അന്ന് വൈകുന്നേരമാണെങ്കിൽ ജീനോട് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഹെലിയിൽ നിന്ന് ചൂടായിക്കൊണ്ടിരിക്കും. കാരണം ഇവനാണെങ്കിൽ അവളുടെ ഫോട്ടോഗ്രാഫിക്ക് വന്നിട്ടില്ലായിരുന്നു. ജോണാണെങ്കിൽ അവളുടെ മാപ്പ് പറഞ്ഞ ശേഷം നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവനിപ്പോൾ മകൻ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രഷറിനെയും ബുദ്ധിമുട്ടിനെയും പറ്റിയൊക്കെ. ജീൻ പറയും അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതുകൊണ്ട് തന്നെ ഇവൻ ഒറ്റയ്ക്ക് അവനെ വളർത്തിയതുകൊണ്ട് നല്ലപോലെ അവൻ്റെ കൂടെ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൻ ഇങ്ങനെ ആയിപ്പോയെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ഹെലീന വന്ന് അവനോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ മകനെ നന്നാക്കാൻ ട്രൈ ചെയ്ത് നോക്കാൻ. പിറ്റേ ദിവസം ജീൻ പോകുന്നതെന്ന് വെച്ചാൽ മറ്റൊരു കൊട്ടാരത്തിലേക്കായിരുന്നു. അവിടെയാണെങ്കിൽ ഡയറക്ടറായിട്ടുള്ള ക്രിസ്ത്യൻ ആണെങ്കിൽ ഇവരുടെ ഹോട്ടലിന് വേണ്ടിയുള്ള അടുത്ത പരസ്യം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ക്രിസ്ത്യൻ ആണെങ്കിൽ ഇവരോട് ഇവരയച്ച മോഡലിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ആക്ടിങ് അറിയാത്തതുകൊണ്ട് ഇവൻ്റെ കഴിവ് വെച്ച് അഭിനയിപ്പിച്ചെന്ന് പറയും. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആട് കാണിക്കും. ആ ആടിൻ്റെ അകത്താണെങ്കിൽ ഒരു സുന്ദരിയായിട്ടുള്ള മോഡലാണെങ്കിൽ ഒരു കൊട്ടാരത്തിൽ കൂടെ നടന്നു പോകുന്നതായിരുന്നു. അങ്ങനെ അവൾ ഓരോ മുറിയും ഫടന്മാരെയൊക്കെ കടന്നു ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ഫടൻ പുതിയ കാലത്തിലെ ഇന്നർവെയർ വിട്ട് നിൽക്കുന്നതാണത്. ആ കാഴ്ചാണ്ട് ഈ മോഡലാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് നോക്കും. ശരിക്കും ഇവർ ആർട്സ് പിടിച്ചപ്പോഴത്തേന് അങ്ങനെ ഒരാളെ ഈ ഡയറക്ടർ അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ട് നിർത്തിയതായിരുന്നു. കാരണം അവളുടെ ജെനുവിനായിട്ടുള്ള എക്സ്പ്രഷനല്ല ഇവനെ കിട്ടണമായിരുന്നു. പക്ഷേ ഇത് കാണുന്ന ജീന് പേടി വരും. അവൻ പറയും ആ മോഡലെങ്ങാൻ കൊണ്ടുപോയി അങ്ങനെ ഒരാളെ കൊണ്ട് നിർത്തിയതിൻ്റെ പേര് കേസ് കൊടുത്ത് എന്നാ ചെയ്യുമെന്ന്, കാരണം ഇതൊന്നും കോൺട്രാക്റ്റിലില്ലല്ലോ എന്ന്. പക്ഷേ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കാതിരിക്കും. അവൻ പറയും ഒരാളെ ഏറ്റവും ബെസ്റ്റായിട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതില്ല കാര്യമെന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ജീൻ തിരിച്ചു പോകുമ്പോഴത്തേക്കിനും ക്രിസ്ത്യൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മൈൻഡിൽ തന്നെ കിടക്കുമായിരുന്നു. അങ്ങനെ തിരിച്ചവൻ ഹെലികോപ്റ്റർ പോകുന്ന വഴിക്കാണ് ആ കാസ്റ്റിലൊക്കെ കണ്ടിട്ട് അവന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നതും അവൻ നേരെ തിരിച്ച് ഡയറക്ടറിൻ്റെ അടുത്ത് എന്നിട്ട് പുതിയൊരു സിനിമയുടെ ഡീൽ ഉറപ്പിക്കുന്നതും. അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ലൂയിസ് ആണെങ്കിൽ ബാറിൽ നിന്ന് കുറേ പെണ്ണുങ്ങളോട് വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് വരുമായിരുന്നു. അവൻ വെളി വരുമ്പോഴാണ് കാണുന്നത് അവൻ്റെ വണ്ടിയാണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഉടനെ ഇവനാണെങ്കിൽ അതിൻ്റെ പുറകെ ഓടും. പെട്ടെന്നാണ് പുറകെ നേരം അവനെ മയക്കുവെടി വെക്കുന്നതും ഇവൻ ബോധം കിട്ടി വീഴുന്നതും. പിറ്റേ ദിവസം ലൂയിസ് ആണെങ്കിൽ ഏതാ സ്ഥലം എന്നറിയാത്തൊരു സ്ഥലത്ത് ജനിക്കും. അവൻ നോക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ വൃത്തിയൊന്നും ഇല്ലാത്ത എന്തോ ഡ്രസ്സ് ഇട്ടേക്ക് വരുന്നു. പെട്ടെന്നാണ് സിൽവി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇവനോട് പറയുന്നത് ലേറ്റ് ആകില്ല, നമുക്ക് ഇപ്പം തന്നെ വർക്കുണ്ടെന്ന്. അന്നേരമാണ് പെട്ടെന്ന് അവിടെ ബോബിലെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇവനിപ്പോൾ എഴുന്നേക്കാത്തതിൻ്റെ പേര് കിടന്ന് ഇവനോട് ചൂടാകുന്നത്. ഉടനെ സിൽവിയനാണെങ്കിൽ അത് തടയാൻ വേണ്ടി നോക്കും. ദേഷ്യം വന്ന് അവനാണെങ്കിൽ ബോസിനെ ധിക്കരിച്ചെന്നുള്ള പേരിൽ സിൽവനെ അവിടെ ഇട്ട് അടിക്കും. സിൽവനെ ആണെങ്കിൽ അവിടുത്തെ ജനലിലോട്ട് തള്ളിയിട്ട ശേഷം ലൂയിസിനോട് പറയും നീയൊക്കെ എൻ്റെ അടിമയാണെന്നും അതുകൊണ്ട് തന്നെ ഉടനെ പോയി ജോലി ചെയ്യാനും. അങ്ങനെ ലൂയിസ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത്. കാരണം അവനാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് 18-ാം നൂറ്റാണ്ടിൽ വന്നേക്കുമായിരുന്നു. പെട്ടെന്നാണ് ബോവിലും വന്ന് അവൻ്റെ ജോലി സ്ഥലത്തേക്ക് ഓടിക്കുന്നത്. അങ്ങനെ ഒരു വൈക്കൗണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ മുന്നിലെത്തും. അന്നേരമാണ് ഇവരെല്ലാം മുമ്പിച്ച് വൈക്കൗണ്ടാണെങ്കിൽ ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ബോവിലനാണെങ്കിൽ ലൂയിസിന് ബക്കറ്റ് പിടിക്കേണ്ടതും അതുപോലെ തന്നെ ഫോൾഡർ സ്ക്രീൻ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു കൊടുക്കും. കാരണം ലൂയിസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വോയ്ക്കൗണ്ടിന് രാവിലെ വിളിക്ക് പോകാനായിട്ട് ബക്കറ്റ് പിടിച്ചു കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ വോയ്ക്കൗണ്ട് കാര്യമെല്ലാം സാധിച്ചു കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ഡോക്ടർ വന്ന് അത് അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ നല്ല ഷേപ്പും നല്ല കളറൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ രാജാവിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കും. കാരണം വിളിക്ക് വന്ന സാധനത്തിൻ്റെ രൂപവും നിറമൊക്കെ വെച്ചിട്ടാണ് രാജാവിൻ്റെ ഹെൽത്തൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം കാണുന്ന ലൂയിക്കാണെങ്കിൽ വട്ടുപിടിക്കും. അവനാണെങ്കിൽ അവിടെ നോക്കി രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങും. നേരെ കാട്ടിലേക്ക് ഓടും. അങ്ങനെ കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ കുറേ കുറുക്കന്മാർ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ദൂരെയായിട്ട് കാണുന്ന റോഡിന് അങ്ങോട്ട് ഓടും. അന്നേരമാണ് അങ്ങോട്ട് AT എന്ന് പറഞ്ഞ് ഹണ്ടിങ്ങിന് ഇറങ്ങിയ ഒരാൾ വരുന്നതും ഇവനെയാണെങ്കിൽ അവൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്ന പട്ടികളെ കൊണ്ട് ഓടിപ്പിക്കുന്നതും. അങ്ങനെ അവൻ ഓടിച്ചെന്നാണെങ്കിൽ ചേറിൻ്റെ അകത്ത് വീഴും. അവൻ്റെ ചുറ്റും പട്ടികൾ വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ AT അവനെ പിടിച്ചുകൊണ്ട് നേരെ വൈക്കൗണ്ടിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലും. രാജാവായിട്ടുള്ള വൈക്കൗണ്ടിൻ്റെ മോനായിരുന്നു രാജകുമാരനായിട്ടുള്ള AT എന്ന് പറയുന്നത്. അങ്ങനെ AT വൈക്കൗണ്ടിനോട് പറയും അടിമയായിട്ടുള്ള ഇവന് വർക്ക് ചെയ്യാതെ രക്ഷപ്പെടാൻ നോക്കിയതിൻ്റെ പേരിൽ ഇവനെ കൊല്ലണമെന്ന്. അന്നേരമാണ് പെട്ടെന്ന് ATൻ്റെ സിസ്റ്ററായിട്ടുള്ള ഇസപ്പും അങ്ങോട്ട് വരുന്നതും അവനെ കൊല്ലല്ലോ എന്ന് പറയുന്നതും. കാരണം അവളുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ സെർവൻസിനോട് എപ്പോഴും കരുണ കാണിക്കണമെന്നായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പേര് സഹോദരങ്ങൾ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുമ്പോഴത്തേക്കാണ് രാജാവായിട്ടുള്ള വൈക്കൗണ്ട് വന്നിട്ട് തൽക്കാലം അവനെ അങ്ങ് ഒഴിവാക്കി വിടാൻ പറയുന്നത്.
അങ്ങനെ സിൽവിൻ വന്നാണെങ്കിൽ ലൂയിസിനെ പിടിച്ചേൽപ്പിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. അന്നേരം ഇതെല്ലാം ദൂരെ ഒരു പക്ഷി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണിക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ആ പക്ഷി തിരിച്ച് വരുമ്പോഴത്തേക്കിനും അതൊരു ഡ്രോണായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. കാരണം ലൂയിസ് ഇപ്പോൾ നിൽക്കുന്ന നാട്ടിലുള്ളവരെല്ലാം ആക്ടേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ സെറ്റപ്പ് എല്ലാം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ക്രിസ്ത്യനും അവൻ്റെ അച്ഛനുമായിട്ടുള്ള ജീനായിരുന്നു. കാരണം ജീൻ്റെ ആണെങ്കിൽ മകനായിട്ടുള്ള ലൂയിസിനെ ഒരു പാഠം പഠിപ്പിച്ച് നന്നാക്കണമെന്നുണ്ടായിരുന്നു. ജീനാണെങ്കിൽ ക്രിസ്ത്യൻ്റെ കൂടെ ഇരുന്ന് ആ ലൂയിസിൻ്റെ മുഴുവൻ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ ഈ വൂഡ്സിനെയും ഡോഗ്സിനെയൊക്കെ ഇറക്കുന്ന കാര്യം ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്ത്യൻ പറയാം അതൊന്നും പേടിക്കേണ്ട, കാരണം അവനാണെങ്കിൽ ശരിക്കും എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണമെന്ന്. ഇതേസമയം വെളിയിലാണെങ്കിൽ ആക്ടേഴ്സ് എല്ലാം തിരിച്ചു വന്ന് അവർ ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് 18ൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ലീസൺ അങ്ങോട്ട് വരുന്നത്. അവളൊരു ഹോഴ്സ് ട്രെയിനർ ആയിരുന്നു. തിരിച്ച് ഇവരുണ്ടാക്കിയ ഫേക്ക് വില്ലേജിലേക്ക് വരുവാണെങ്കിൽ ലൂയി ആണെങ്കിൽ സിൽവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവയെന്ന് മനസ്സിലാക്കും ഇവനിപ്പോൾ ഉള്ളത് 1700-കളിലാണെന്നും അതുപോലെ തന്നെ ഫ്രാൻസിന് ഡെമോക്രസി ഒന്നും കിട്ടാതെ ഇപ്പോൾ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിലാണെന്നും. അങ്ങനെ ലൂയി ആണെങ്കിൽ അവരോട് പറയും ഇവനെ ഫ്യൂച്ചറിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ. ആദ്യം സിൽവിയൻ എന്ത് പറയണോ അറിയത്തില്ലായിരുന്നു. പിന്നീട് അവൻ ഓർഡർ കിട്ടി കഴിയുമ്പോഴത്തേക്കിനും ഇവൻ പറയുന്ന മോഡേൺ വേർഡുകളൊക്കെ എന്താണെന്നറിയില്ല കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന പോലെ അഭിനയിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ലൂയിസ് ആണെങ്കിൽ സിൽവിയനോട് പറയും അവനെയാണെങ്കിൽ ഒരു കാർ ഇടിച്ച പിന്നെയാണ് അവനിങ്ങനെ ട്രെയിൻ ട്രാവൽ ചെയ്ത് ഇത്രയും പഴയ കാലത്തേക്ക് വന്നത്. അതുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി അന്നത്തെ ആച്ചേൻ്റെ റീക്രിയേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അവനെ ആച്ചേൻ്റെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി ഓടിപ്പോയിട്ട് അവിടെ ഒരു വെജിറ്റബിൾ കാർട്ടിലേക്ക് ഇടിക്കും. പക്ഷേ അതിന് സൈസ് ഇല്ലാത്തതുകൊണ്ട് ഇവനൊന്നും പറ്റുന്നില്ലായിരുന്നു. രണ്ടാമത് അവനാണെങ്കിൽ അതുവഴി വന്ന കുതിരവണ്ടിയിലേക്ക് ഓടി ചെന്നിട്ട് തലയിടിച്ച് വീഴും. സിൽവിയനാണെങ്കിൽ ഓടി വന്നിട്ട് അവനെ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷേ ലൂയിക്കാണെങ്കിൽ റെസ്പോണ്ട് ഒന്നുമില്ലായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻ ഓർക്കും അവനെ മകൻ മരിച്ചു പോയെന്ന്. ക്രിസ്ത്യൻ ആണെങ്കിൽ ജീനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാലാണ് പെട്ടെന്ന് ലൂയി അവിടെ എഴുന്നേക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യനും ജീനും കൂടെ വീണ്ടും ആ ഷോ തുടരാൻ വേണ്ടി തന്നെ തീരുമാനിക്കും. പതിയെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. ലൂയി ആണെങ്കിൽ പുതിയ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഏറ്റവും ഉടനെ തന്നെ വൈക്കൗണ്ടിന് മുള്ളുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ബക്കറ്റുമായിട്ട് പോയി നിൽക്കാൻ വേണ്ടി തുടങ്ങും. അതിനുശേഷം നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരെ സഹായിക്കാൻ വേണ്ടി തുടങ്ങും. ഇതേസമയം അപ്പുറത്തെ സ്ഥലത്ത് ജീനിൻ്റെ ഗേൾഫ്രണ്ടായിട്ടുള്ള സെലീൻ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ലൂയിസിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അവനെ കാണാൻ വേണ്ടിയിട്ട് പ്രിൻസസ് ആയിട്ടുള്ള ഈസപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നിട്ട് അവനോട് പറയും അവൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത പ്രായമായിട്ടുള്ള കാശുകാരനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന്. പക്ഷേ അവളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞ ഒരാളുമായിട്ട് പ്രണയം ഉണ്ടാകണമെന്നും അത് സെർവൻ്റ് ആയാലും കുഴപ്പമില്ലെന്നാണെന്നും. അങ്ങനെ അവനാണെങ്കിൽ ലൂയിസുമായിട്ട് ഫ്ലിർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ലൂയിസ് ആണെങ്കിൽ തിരിച്ച് പറയുന്നത് വെച്ചാൽ അവൾ ലക്കിയല്ലേ, കാരണം അത്രയും കാശുകാരനായിട്ടുള്ളൊരു പ്രായമുള്ള ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ അവനെ കാൽശേഷം ആ സ്വത്ത് കൊണ്ട് മുഴുവൻ ഇവൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ എന്ന്. ഇത്രയും പറഞ്ഞ ശേഷം ലൂയിസ് ആണെങ്കിൽ അവൻ്റെ പണി ചെയ്യാൻ വേണ്ടി തന്നെ പോകും. ഇത് കാണുന്ന ക്രിസ്ത്യൻ ആണെങ്കിൽ അവൻ്റെ സ്ക്രിപ്റ്റ് പാളിപ്പോയി തൊട്ട് ഫ്രസ്ട്രേഷൻ ആയിട്ടിരിക്കും. ഇതൊക്കെ കാണുന്ന ഹെലീൻ ആണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടതില്ലായിരുന്നു. അവൾ പറയും ഒരു മനുഷ്യനെ വെച്ച് ഇങ്ങനെ പരീക്ഷണം ചെയ്യുന്നതിലൊന്നും അവൾക്ക് താല്പര്യമില്ലെന്ന്. തിരിച്ച് ഇസബേട്ട് അടുത്തേക്ക് വരികയാണെങ്കിൽ അവളാണെങ്കിൽ ഒരു കുതിരയുടെ പുറത്ത് കയറാൻ നോക്കുമ്പോഴത്തേക്ക് കുതിരയാണെങ്കിൽ അവിടെ അത് ബഹളം വെച്ചുകൊണ്ടിരിക്കും. ലൂയിസ് ആണെങ്കിൽ ഇതൊക്കെ കാണും. പക്ഷേ അവനാണെങ്കിൽ ഹെൽപ്പ് ഒന്നും ചെയ്യാതെ നിൽക്കും. അന്നേരമാണ് അവളെ സഹായിക്കാൻ വേണ്ടി അവിടെ ലീസോ എന്ന് പറഞ്ഞ മറ്റൊരു പെണ്ണ് വരുന്നത്. പെട്ടെന്ന് നമ്മൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവളുടെ പാവാട പൊങ്ങിപ്പോയിട്ട് ന്യൂ ജനറേഷൻ ടൈപ്പ് ഇന്നർവെയർ ആയിരുന്നു ഇട്ടേക്കുന്നത്. ലൂയിസ് ആണെങ്കിൽ ഇത് കാണും. ഉടനെ തന്നെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവനാണെങ്കിൽ ബഹളം വെച്ചോണ്ട് അങ്ങോട്ട് ചെല്ലും. അങ്ങനെ അവൻ ചെന്ന് അവളെ പിടിച്ച ശേഷം എങ്ങനെയാലും അത് നോക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അവൻ നോക്കി വരുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഇന്നർവെയർ ഒന്നും ഇട്ടിട്ടില്ലെന്ന് പിടികിട്ടും. പിസോണാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനെ ചവിട്ടിയ ശേഷം പിന്നീട് അവിടെ നടക്കാൻ വേണ്ടി തുടങ്ങും. എന്നിട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ അവളെ ഇന്നർവെയർ ഒളിപ്പിച്ച് വെക്കുന്നത് കാണിക്കും. ഇതേസമയം ക്രിസ്ത്യൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിൽ അവിടെ സ്റ്റാഫിനെ വിളിച്ച് ചൂടായിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ മിസ്റ്റേക്ക് കൊണ്ട് ഇപ്പോൾ എല്ലാം തീർന്നതെന്ന് പറയും. ഇതേസമയം അവിടെയുള്ള സ്റ്റാഫുകളാണെങ്കിൽ അടുത്ത ഷോട്ടിന് വേണ്ടി അവളെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലൂയിസ് ആണെങ്കിൽ വന്ന് കഥയെ മുട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് ലിസോൺ ആണെങ്കിൽ കഥ തുറന്നില്ലും. ലൂയിസ് ആണെങ്കിൽ അവൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവളോട് മാപ്പ് പറയും. അങ്ങനെ അവൾ പോയി കഴിഞ്ഞാൽ ലൂയിസ് ആണെങ്കിൽ അവൻ ചെയ്തതൊക്കെ അവർ ചിന്തിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കിന് ക്രിസ്ത്യൻ എല്ലാവരോടും പറയും അവരുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയി, അവന് ചെറിയ മാറ്റം വന്നു തുടങ്ങിയെന്ന്. പിന്നീട് ഇവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്ത്യൻ പറയുന്നത് ലൂയിസിനെ എങ്ങനെ ലീസപ്പുമായിട്ട് പ്രയാണത്തിലാക്കുന്നതാ ഇവൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന്. ഇത് കേൾക്കുന്ന ഹെലനാണെങ്കിൽ ഈ ഐഡിയനെ എതിർക്കും. അവിടെ പറയും ലൂയിസിനാണെങ്കിൽ ലിസോണിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുള്ളതെന്ന്. പിന്നീടാണ് കുറേ സമയം കഴിഞ്ഞ് ഇവരുടെ പ്ലാൻ പോലെ തന്നെ സിൽവിയനാണെങ്കിൽ ലൂയിസിനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവലിലേക്ക് ഇല്ലേന്നത്. ലൂയിസിനാണെങ്കിൽ അവരുടെ ആ പഴയ സ്റ്റൈലുള്ള പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് ഒരു മോഡേൺ സോങ് പാടാൻ വേണ്ടി പഠിപ്പിക്കും. ഇതൊക്കെ കാണാൻ ജീനാണെങ്കിൽ ഇമോഷണലാവും. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിനോട് പറയും അവനിപ്പോൾ കാണിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഇവർ അറേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണെന്ന്. ഇതേ സമയത്ത് തന്നെ അവരുടെ പ്ലാൻ വെച്ച് ഈസപ്പോ അങ്ങോട്ട് വന്നിട്ട് ലൂയിസിനോട് ചോദിക്കും അവൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരുപാട് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി. പക്ഷേ അവനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കാതെ നേരെ ലിസോണിനെ തപ്പിപ്പോവും. ഇത് കാണുന്ന ഹെലീനാണെങ്കിൽ പറയും കണ്ടില്ലേ അവളുടെ പറഞ്ഞതന്നെയല്ലേ ശരിയെന്ന്. പക്ഷേ ക്രിസ്ത്യൻ ആണെങ്കിൽ അവൾ ലീഗ പറഞ്ഞതൊന്നും സമ്മതിച്ച് കൊടുക്കത്തില്ലായിരുന്നു. ഉടനെ തന്നെ ക്രിസ്ത്യൻ പറഞ്ഞു വിട്ടത് സിൽവിയനാണെങ്കിൽ ചെന്ന് ലൂയിസിനോട് പറയും ലിസോൺ ആണെങ്കിൽ ആറ്റിൻ്റെ തീരത്തുണ്ടെന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ ആറ്റിൻ്റെ തീരത്തേക്കും അവിടെ ചെല്ലുമ്പോൾ പക്ഷേ കാണുന്നതെന്ന് വെച്ചാൽ ഇസപ്പോ ആണെങ്കിൽ മുങ്ങി താഴാൻ വേണ്ടി പോകുന്നതായിരുന്നു. അന്ന് ലൂയിസ് ആണെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി അവളെ അവിടെ നിന്ന് എടുത്ത് ഉയർത്തിക്കൊണ്ട് വരും. പോകുന്ന വൈക്കല്ല ഇസപ്പോ ആണെങ്കിൽ അവനോട് ഫ്ലർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും മൈൻഡാക്കാതെ അവളെ കൊണ്ടുവന്ന് കുതിരവണ്ടിയിൽ എത്തിയ ശേഷം തിരിച്ചു പോകും. അങ്ങനെ അടുത്ത പ്ലാനും കൂടെ ചീറ്റി പോയി ക്രിസ്ത്യൻ ആണെങ്കിൽ ശരിക്കും ഫ്രസ്ട്രേഷനിലിരിക്കും. അന്നേരമാണ് ഹെലീൻ അങ്ങോട്ട് കയറിയിട്ട് ഇനി തൊട്ട് അവൾ ഡയറക്റ്റ് ചെയ്തോളാന്ന് പറയുന്നത്. അന്നേരം രാത്രിയാണെങ്കിൽ ലൂയിസ് ആണെങ്കിൽ ലിസോണിനെ ചെന്ന് കാണും. അവളാണെങ്കിൽ രാവിലത്തെ ഫെസ്റ്റിവലിലൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു. അന്നേരമാണ് ഹെലീനാണെങ്കിൽ ലിസോണിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അവൻ പറയാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റിയുള്ള കഥകളെല്ലാം ഇവൾ വിശ്വസിച്ച പോലെ അഭിനയിക്കണമെന്നും. ഇതേ സമയത്ത് ലൂയിസ് ആണെങ്കിൽ ലിസോണിനെ തൽക്കാലം നടന്ന് കുറേ നേരം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകും. പോകുന്ന വഴിക്കാണെങ്കിൽ ഇവനിങ്ങനെ ഫ്യൂച്ചറിനെ പറ്റിയും പ്ലെയിനുകളെ പറ്റിയും ഒരുപാട് കൺസെപ്റ്റുകൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കും.
എല്ലാം അവൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ടോണ്ട് ഇവനെ വിശ്വസിക്കുന്ന പോലത്തെ ഒരു രീതിയിലിരിക്കും. പക്ഷേ കുറേ സംസാരിച്ച് കഴിയുമ്പോഴാണ് ലൂയിസിൻ്റെ ഉള്ളിൽ ആ മുതലാളിത്ത മനോഭാവം വരുന്നത്. അവനാണെങ്കിൽ വൈറ്റ് കോളർ ജോബും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്നവരെയൊക്കെ ഇങ്ങനെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് ലിസോൺ കയറി പറയുന്നത് ഇവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ബൈക്ക് ബക്കറ്റ് പിടിച്ച് കൊടുക്കുന്നതാണെന്നുള്ള കാര്യം മറക്കല്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേറ്റ് പോകും. ഇത് കാണുന്ന ക്രിസ്ത്യൻ ആണെങ്കിൽ ഹെലിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. കാരണം അവൻ പറയും ഇവളുടെ ഐഡിയ ജീറ്റി പോയെന്ന്. പിറ്റേ ദിവസം ലിസോൺ ഹെലിനോട് സോറി പറയും. അവൾ പറയും അവളാണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് റിച്ച് ആയിട്ടുള്ള കുറേ മാരെ ശല്യം എന്ന് സഹിക്കുന്നതാണ്, അതുകൊണ്ടാണ് അവനങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവനോട് കയറി ദേഷ്യപ്പെട്ടെന്ന്. അന്നേരമാണ് ഹെലിൻ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, അവനുമായിട്ട് പ്രണയത്തിലൊന്നും ആകേണ്ട, പകരം അവനൊന്ന് നന്നാക്കി എടുത്താൽ മതിയെന്ന്. പിന്നീടാണ് ലിസോൺ ചെന്ന് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഏറ്റിയാനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അവളാണെങ്കിൽ ലൂയിസിൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യാൻ പോകാമെന്ന്. പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവന് ദേഷ്യം വരും. അവൻ പറയും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവന് കിസ്സൊക്കെ ചെയ്യേണ്ടി വരത്തില്ല എന്ന്. ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും ലിസോൺ പറയും ശരിക്കും അവനേക്കാളും വലിയൊരു റോള് കിട്ടിയിട്ട് അസൂയല്ലേ എന്ന്. ഇതേസമയം സിൽവിനാണെങ്കിൽ ലൂയിസിനോട് പെണ്ണുങ്ങളെ എങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെപ്പറ്റി കുറേ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുവേണ്ടി ബിയർ ഡാൻസ് ഒക്കെ എങ്ങനെ കളിക്കണമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം ലൂയിസ് ആണെങ്കിൽ സിറ്റിയുടെ നടക്ക് പോയിരുന്നത് ലിസോണിൻ്റെ പേര് പറഞ്ഞ് പാട്ടൊക്കെ പാടി അതേ ബിയർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവൻ ചെയ്ത തെറ്റൊക്കെ പറഞ്ഞ് അവളോട് മാപ്പം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കാണുന്ന അവളാണെങ്കിൽ ഇവൻ്റെ സിൻസിയറിറ്റി കണ്ടും അതുപോലെ തന്നെ ഇവനോട് ഇംപ്രഷൻ തോന്നിയിട്ടും ശരിക്കും ചിരിച്ചു തുടങ്ങും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ലൂയിസ് ആണെങ്കിൽ സിൽവിയനോട് എല്ലാത്തിൻ്റെ നന്ദിയും പറയും. പിന്നീട് അവനെയാണെങ്കിൽ സ്വന്തം സഹോദരനെ പോലെ കണ്ട് ബ്രദർന്ന് തന്നെ വിളിക്കാൻ വേണ്ടി തുടങ്ങും. അന്നേരത്തിൽ അവൻ്റെ അച്ഛനായിട്ടുള്ള ജീനാണെങ്കിൽ അവിടുത്തെ രാജാവായിട്ടുള്ള വൈക്കൗണ്ടിൻ്റെ വേഷത്തിൽ തൻ്റെ മകനെ കാണാൻ വേണ്ടി വരും. ഇത് കാണുന്ന സിൽവിനാണെങ്കിൽ അതിനെ എതിർക്കും. ഇത് റൂള് ബ്രേക്ക് ചെയ്യും, അതുപോലെ തന്നെ അവന് ഡൗട്ട് കൊണ്ടാൽ സാധ്യതയുണ്ടെന്ന് പറയും. പക്ഷേ ഇവരാണെങ്കിൽ തിരിച്ചു പോകാൻ തയ്യാറില്ലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ചൊരു തർക്കം നടക്കുമ്പോഴാണ് പെട്ടെന്ന് ലൂയിസ് എഴുന്നേൽക്കുന്നത്. ഇവൻ മോഹം മറിച്ചെങ്കിലും ലൂയിസിനാണെങ്കിൽ അവൻ്റെ അച്ഛനെ വന്നത് പിടികിട്ടി. അങ്ങനെ സിൽവിന് വേറെ വഴിയില്ലാതെ അവനെ ഇടിച്ച് ബോധം കെടുത്തും. ഉടനെയാണ് ക്രിസ്ത്യൻ വന്ന് ബഹളം വെച്ച് ജീനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ലൂയിസ് ആണെങ്കിൽ സിൽവിനോട് പറയും അവൻ തലേദിവസം രാത്രി ഇവൻ്റെ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് സിൽവിനെ അടിച്ച് ബോധം കെടുത്തതായിട്ട് സ്വപ്നം കണ്ടെന്നൊക്കെ. ഇതേ സമയത്താണ് ബോബിലൻ അങ്ങോട്ട് വന്നിട്ട് വൈക്കൗണ്ടിനോട് പറയുന്നത് ഏറ്റിനും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും കൂടെ ആ സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി, അതുകൊണ്ട് ഏറ്റിനെ പണിഷ് ചെയ്യണമെന്ന്. അങ്ങനെ രാജാവിനാണെങ്കിൽ മകനായിട്ടുള്ള ഏറ്റിനെ പണിഷ് ചെയ്യണമെന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് വരും. ഇതുകൊണ്ട് തന്നെ രാജാവാണെങ്കിൽ ലൂയിസിനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ചോദിക്കും ഏറ്റിന് പകരം അവൻ്റെ വേഷത്തിൽ നിന്ന് അവന് കിട്ടേണ്ട പണിഷ്മെൻ്റ് അല്ലേ ഏറ്റ് വാങ്ങാവുന്നത്. അതിന് പകരമായിട്ട് വൈക്കൊണ്ട് പറയുന്നത് വെച്ചാൽ അവൻ ഇപ്പം നിൽക്കുന്ന ലാൻഡ് മുഴുവൻ ഇവന് കൊടുക്കാം, അതുപോലെ തന്നെ ആ നാട്ടിൽ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നേക്കാണ്. ലൂയിസ് ആണെങ്കിൽ ആദ്യം നോ പറയും. പിന്നീടാണ് അവനാണെങ്കിൽ ലിസോനെ കിട്ടുന്നതിനെ പറ്റി ഓർക്കുമ്പോഴത്തേക്കിനും ഈ കാര്യത്തിന് കയറി സമ്മതിക്കുന്നത്. പിന്നീട് കുറേ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും ഏറ്റിന് പകരം ഇവനെ അത് കൂട്ട് വേഷം കെട്ടി കൂട്ടിൻ്റെ അകത്താക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഇവനെയാണെങ്കിൽ നാട്ടുകാരെല്ലാം മുന്നിൽ വെച്ച് തിരിച്ച് നിർത്തിയ ശേഷം ചാട്ടം കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കാണുന്ന ക്രിസ്ത്യൻ ആണെങ്കിൽ പറയും ഇവൻ്റെ ഡ്രീമായിട്ടുള്ള പീക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന്. അത് കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി രാജാവിൻ്റെ അടുത്തേക്ക് പോകും. പക്ഷേ അവിടെ രാജകുമാരനായിട്ടുള്ള ഏറ്റിയനായിരുന്നു ഉണ്ടായിരുന്നത്. അവനാണെങ്കിൽ ഇവനോട് തൽക്കാലത്തേക്ക് ഇരിക്കാൻ പറയും. ഏറ്റിയൻ അവനോട് പറയും അവൻ്റെ ഫാദർ ആണെങ്കിൽ വെളിയിൽ പോയേക്കുക, അതോടെ തൽക്കാലം ഫാദർ പറഞ്ഞ വാക്കൊന്നും ഇവനെ കൊണ്ട് പാലിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ശേഷം അവനെ കസേരയെ ചവിട്ടിയിടും. പിന്നീട് ഇവനാണെങ്കിൽ ആക്ടിങ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിലുള്ളതെല്ലാം വിളിച്ച് പറയും. അവൻ പറയും ലിസോണിനെ തട്ടിയെടുക്കാൻ വേണ്ടി ഒരു അടിമ നോക്കൂല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വൈനെടുത്ത് ഇവൻ്റെ മുഖത്തോട്ടൊക്കെ ഉപയോഗിക്കും. ഇത് കാണുന്ന ഹെലിനെ ജീനെല്ലാം പേടിച്ചിരിക്കും. പക്ഷേ ക്രിസ്ത്യൻ പറയും ഒരു കുഴപ്പമില്ല, ഇത് പുതിയൊരു ടിസ്റ്റിലേക്ക് പോകാമെന്ന്. പിന്നീട് ലൂയിസ് ആണെങ്കിൽ നേരെ ചെന്ന് ലിസോണിനെ കണ്ടിട്ട് പറയും അവൾക്കാണെങ്കിൽ ഇതേപോലെ ഒരു ബാത്റൂം സർവൻറ്റുമായിട്ട് കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. അവളാണെങ്കിൽ അവനോട് ഒരു കുഴപ്പമില്ലെന്ന് പറയും. അന്നേ രാത്രി ലൂയിസ് ആണെങ്കിൽ ലിസോണിനെ വീട്ടിലേക്ക് ക്ഷണിക്കും. അവനാണെങ്കിൽ അവിടുത്തെ കിച്ചൺ സ്റ്റാഫുകളിൽ നിന്ന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അവൻ തന്നെ ആദ്യമായിട്ട് തയ്യാറാക്കിയ ഫുഡ് അവൾക്ക് കൊടുക്കും. ക്രിസ്ത്യനും ജീനും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. പക്ഷേ ഹെലീനാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ശരിക്കും സീരിയസ് ആയില്ല എന്നുള്ളത് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഉടനെ തന്നെ നിർത്തണമെന്ന് പറയും. ജീനാണെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് നിർത്താൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യമെന്ന ഹെലീനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇത് കാണുന്ന ജീനാണെങ്കിൽ ക്രിസ്ത്യനോട് പറയും അങ്ങനെയാണെങ്കിൽ ഷോ ഉടനെ തന്നെ നമുക്ക് നിർത്തിയേക്കാമെന്ന്. അങ്ങനെ ഷോയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡുകളായിട്ട് ഉടനെ തന്നെ വൈക്കിങ്സിനെ ആ നാട്ടിലേക്ക് അയക്കുന്ന ഒരു എപ്പിസോഡാകും വെക്കും. ഇതേ സമയത്താണ് ലൂയിസിൻ്റെ അടുത്തേക്ക് സിൽവിയൻ ഓടി വന്നിട്ട് പറയുന്നത് ലിസോൺ അപകടത്തിലാണെന്നും ഇവനെ ഇപ്പോൾ അവൾക്ക് ആവശ്യമുണ്ടെന്നും. ഇവൻ അവിടെ ചെല്ലുമ്പോഴത്തേനെ കാണുന്നത് വെച്ചാൽ വൈക്കിങ്സിൻ്റെ ലീഡറാണെങ്കിൽ ലിസോണിനെ അവൻ്റെ ഭാര്യയുടെ തിരഞ്ഞെടുത്തായിരുന്നു. ലിസോണാണെങ്കിൽ അവിടെ കിടന്ന് ഇരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അങ്ങോട്ട് വന്ന ലൂയിസിനാണെങ്കിൽ വൈക്കിങ്സിനെ കാണുമ്പോഴത്തേക്കും പേടിച്ച് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവനെ കുതിരയുടെ അടുത്തുനിന്ന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷിയുടെ രൂപത്തിലുള്ള ഡ്രോൺ മണ്ണിലോട്ട് പോകുന്നത്. ഇവനാണെങ്കിൽ ശരിക്കുള്ള പക്ഷിയാണെന്ന് ഓർത്ത് ഇത് ദൈവമായിട്ട് അയച്ച സിഗ്നലാണെന്ന് ഓർക്കും. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് കട്ടിയുള്ളൊരു വടിയെടുത്ത് കുതിരപ്പുറത്ത് വൈക്കിങ്സിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് എന്നിട്ട് അവിടെ അഭിനയിക്കാൻ വന്നേക്കുന്ന വൈക്കിങ്സ് വേഷം കിട്ടി എല്ലാവരും അടിക്കാൻ വേണ്ടി തുടങ്ങും. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഇവനെ അടിമയാക്കി വെച്ചിരുന്ന ബോവിലൻട്ടും കയറി തല്ലും. അങ്ങനെ അവൻ എല്ലാവരും തല്ലിൽ മുമ്പ് തന്നെ ലിസോണാണെങ്കിൽ അവനെ തടഞ്ഞു നിർത്തിയിട്ട് അവൻ്റെ കൂട്ടത്തിൽ കുതിരപ്പുറത്ത് കയറിപ്പോവും. അവരാണെങ്കിൽ അങ്ങനെ കാടെല്ലാം കഴിഞ്ഞ് റോഡിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവൻ ഞെട്ടുന്നത്. അവിടെയാണെങ്കിൽ അവരുടെ അച്ഛനായിട്ടുള്ള ജീനും അച്ഛൻ്റെ ഗേൾഫ്രണ്ടായിട്ടുള്ള ഹെലീനും കൂടെ നിൽക്കുന്നത്. ഇവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാതെ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവനാണെങ്കിൽ അടുത്ത മയക്കോടി വെച്ച് ബോധം കെടുത്തും. അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എഴുന്നേക്കും. അവിടെ വെച്ച് ഡോക്ടർ പിന്നോട് പറയുന്നത് വെച്ചാൽ ഇവനൊരു കാർ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 3 മാസം കോമയിലായിരുന്നത്. അങ്ങനെ അവനെ ഓർക്കും അവൻ ഇത്ര നാൾ കണ്ടല്ല സ്വപ്നമായിരുന്നത്. അതോടുകൂടി അവനാണെങ്കിൽ ഡിപ്രഷനിലാവും, പാർട്ടിക്കൊന്നും പോകാതിരിക്കും. ഇവനങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് സിൽവിയനായിട്ട് വേഷം കിട്ടിയ ആളെ വൈകി വെച്ച് കാണുന്നത്. അവൻ ആദ്യം ഇവനോട് സംസാരിക്കാൻ വേണ്ടി വരും. പെട്ടെന്നാണ് കോൺട്രാക്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും അവനൊക്കെ തിരിച്ചു പോകുന്നത്.
പിന്നീട് അവൻ അച്ഛനെ കാണുമ്പോഴേക്കും പറയും അവനാണെങ്കിൽ കമ്പനിയിൽ രാജിവെക്കുക, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പോകുമെന്നും. അതുപോലെ തന്നെ അവൻ്റെ അച്ഛനോട് പറയും അച്ഛൻ അവൻ്റെ കാമുകിയായിട്ട് ഹെലീനെ വിശ്വസിക്കുക, ഇവനും അതുപോലെ ഒരു കാമുകിയെ വിശ്വസിക്കുന്നുണ്ടെന്ന്. അവനാണെങ്കിൽ വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകുമെന്ന് കാണുന്ന ജീനാണെങ്കിൽ മകനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തീരുമാനിക്കും. അങ്ങനെ ജീനാണെങ്കിൽ ലൂയിസിനോട് നടന്ന സത്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം പിറ്റേ ദിവസം ലൂയിസിനെയും കൂട്ടിക്കൊണ്ട് ലീസോൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും ഒരുമിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ലൂയിസിനെ നന്നാക്കി ഐഡിയ കിട്ടിയ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ റിച്ചായിട്ട് അലമ്പി നടക്കുന്ന പിള്ളേരെല്ലാം നന്നാക്കി എടുക്കാൻ വേണ്ടി അവരുടെ അപ്പന്മാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഇതേപോലെ തന്നെ പല പല ഷോ നടത്തി അവന്മാരെ നന്നാക്കാൻ വേണ്ടി തുടങ്ങുന്നതായിരുന്നു. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.